സംസ്ഥാനത്ത് ഒട്ടാകെ നടക്കുന്നത് എസ്എഫ്ഐയുടെ അതിക്രമങ്ങൾ തന്നെയാണ് ക്യാമ്പസിൽ. ഇപ്പോൾ കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് എന്തായാലും കേസ് എടുത്തിട്ടുണ്ട്. 20-ലധികം പേർക്കെതിരെയാണ് കേസ്. കോളേജ് യൂണിയൻ ചെയർമാനും എസ്എഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയുമാണ് പ്രതികൾ. ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, എന്തായാലും ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ, ദുരൂഹ മരണത്തിന് ശേഷമാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ, എസ്എഫ്ഐയുടെ ക്രൂരതകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ കൊയിലാണ്ടിയിൽ നിന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിന് ശേഷമാണ് ഇത്തരത്തിൽ എസ്എഫ്ഐയുടെ കൊടും ക്രൂരതകൾ, ക്യാമ്പസിനുള്ളിൽ എസ്എഫ്ഐയുടെ ഗുണ്ടാ വിളയാട്ടങ്ങളൊക്കെ തന്നെയും പുറത്തു വരുന്നത്. സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിന് ശേഷമാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം നടന്നിരിക്കുന്നത്. അതും 20-ലധികം എസ്എഫ്ഐ വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്നു. മർദ്ദിച്ച് അവശനാക്കിയതിനു ശേഷം ആശുപത്രിയിൽ എത്തിക്കുകയും ആശുപത്രിയിൽ ശരിയായ ചികിത്സ നൽകാതെ ചികിത്സ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. കൊല്ലം ആർ ശങ്കർ മെമ്മോറിയൽ SNDP യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ BSc കെമിസ്ട്രി 2ാം വർഷ വിദ്യാർത്ഥിയായ അമലിന് നേരെയാണ് ഇത്തരത്തിൽ എസ്എഫ്ഐയുടെ ഇത്തരത്തിലുള്ള ഒരു മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് അമലിനെ കോളേജിൽ നിന്നും, അതായത് മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കോളേജിൽ നിന്നും വിളിച്ചിറക്കുകയും തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ കൊണ്ടുപോയി 20-ലധികം വിദ്യാർത്ഥികൾ ചേർന്ന് തൊട്ടടുത്തുള്ള വീട്ടിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. അമലിന്റെ മൂക്കിനും തലയിലും കണ്ണിനും ഒക്കെ തന്നെയും സാരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. സുഹൃത്തുക്കൾ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ച സമയത്തും ഈ SFI പ്രവർത്തകർ ആശുപത്രിയിൽ എത്തുകയും ഇത് അപകടമാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് മതിയായ ചികിത്സ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനവും ഒക്കെ ഉണ്ടായി എന്ന് അമൽ ആരോപിക്കുന്നുണ്ട്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കൊയിലാണ്ടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൊയിലാണ്ടി പോലീസ് കേസെടുത്തിരിക്കുന്നത് SFI യൂണിറ്റ് സെക്രട്ടറി അനുരാധ്, ഏരിയ സെക്രട്ടറി നവതേജ്, യൂണിവേഴ്സിറ്റി ചെയർമാൻ അഭയ് കൃഷ്ണ തുടങ്ങി 20-ലധികം കണ്ടാൽ അറിയുന്നവർക്കെതിരെയാണ് ഇത്തരത്തിൽ കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അമൽ വെളിപ്പെടുത്തിയ ഒരു കാര്യം, മുൻവൈരാഗ്യമാണ് തന്നോട് ഇത്തരത്തിൽ SFIക്കാർ പെരുമാറാനുണ്ടായ കാരണമെന്നാണ് അമൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും SFIയുടെ ക്യാമ്പസിനുള്ളിലെ അക്രമ രാഷ്ട്രീയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം, ഈ അമല് സൂചിപ്പിക്കുന്നത് പോലെ, അമലിന്റെ പ്രതികരണം പോലെ പുറത്ത് കൊണ്ടുപോയും ഈ SFI പ്രവർത്തകർ മർദ്ദിച്ചു. അതിൽ ഒരു കൂട്ടം ആളുകൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ മാത്രമല്ല, പുറത്തു നിന്ന ആളുകൾ അടക്കം അമലിനെ മർദ്ദിച്ചു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ അമൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. അമലിനെ കോളേജിൽ നിന്നും വിളിച്ചുകൊണ്ടു പോകുന്നു. ഒരു കാര്യം പറയുവാനുണ്ടെന്ന് പറഞ്ഞ് കോളേജിൽ നിന്നും അമലിനെ വിളിച്ചുകൊണ്ടു പോകുന്നു. തുടർന്ന് കോളേജിനടുത്തുള്ള ഒരു വീട്ടിൽ വെച്ച് അമലിനെ മർദ്ദിക്കുമ്പോൾ 20-ലധികം ആളുകൾ അമലിനെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുവാനുണ്ടായിരുന്നു. അതിൽ പ്രാദേശിക നേതാക്കൾ അടക്കം ഉണ്ടായിരുന്നു എന്നൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അമൽ ജനം TVയോടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ യൂണിറ്റ് സെക്രട്ടറി, ഏരിയ സെക്രട്ടറിയും കോളേജ് ചെയർമാനും ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. ഇവർക്കെതിരെയാണ് ഇപ്പോൾ FIR ഇട്ട് കേസെടുത്തിരിക്കുന്നത്. 20-ലധികം കണ്ടാൽ അറിയുന്ന ആളുകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. FIR-ൽ പ്രധാനമായും വ്യക്തിവൈരാഗ്യം, മുൻവൈരാഗ്യമാണ് ഇത്തരത്തിലൊരു പകപോക്കലിന് പിന്നിലുള്ളത് എന്ന് FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ക്യാമ്പസുകളിൽ SFIയുടെ നേതാക്കൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പുറത്തുള്ള പ്രധാന നേതാക്കൾ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. രജനി, ശരി. എന്തായാലും സഹജീവികളെ പോലും ക്രൂരമായി മർദ്ദിക്കുന്ന തരത്തിൽ, സഹപാഠികളെ പോലും ക്രൂരമായി മർദ്ദിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് SFIയുടെ രാഷ്ട്രീയം. കോഴിക്കോട് കൊയിലാണ്ടിയിലും വിദ്യാർത്ഥിയെ SFI പ്രവർത്തകർ ക്രൂരമായിട്ട് മർദ്ദിച്ചിരിക്കുകയാണ്. അമലിനെ മർദ്ദിച്ച സംഭവത്തിൽ 20 പേർക്കെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.